ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് ഇൻ ദ ഷെൽഫ് എന്ന യൂണിറ്റിലെ വർക്ക്ഷീറ്റാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. 10 ബുക്സ് ഇൻ ഈച്ച് റോ, നമ്പർ ഓഫ് ബുക്സ് ഇൻ 3 റോസ്. ഒരു വരിയിൽ 10 ബുക്കുകളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 3 വരിയിലും കൂടി എത്ര ബുക്സ് ഉണ്ടായിരിക്കും? ഒരു വരിയിൽ 10 ആണ്, അപ്പോൾ അടുത്ത വരിയിലും 10 ആയിരിക്കും, അതിൻ്റെ അപ്പുറത്തെ വരിയിലും 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 + 10 + 10 = 30, 30 വരുന്നത്. 10, 20, 30. 10 ബുക്സ് ഇൻ ഈച്ച് ബണ്ടിൽ, നമ്പർ ഓഫ് ബുക്സ് ഇൻ 5 ബണ്ടിൽസ്. ഒരു ബണ്ടിലിൽ, ഒരു കെട്ടിൽ 10 ബുക്കുകളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 5 കെട്ടിൽ എത്ര ബുക്കുകൾ ഉണ്ടായിരിക്കും? 5 തവണയാണ് 10 വരുന്നത് അല്ലേ? ഒരു ബണ്ടിലിൽ 10, അടുത്ത ബണ്ടിലിലും 10, അങ്ങനെ 5 ബണ്ടിലിലും കൂടി എത്രയാണ് ടോട്ടൽ വരിക? 10 + 10 + 10 + 10 + 10, 5 തവണ 10 വരും. അപ്പോൾ 50 ആണ് ആൻസർ വരുന്നത്. 10, 20, 30, 40, 50, 50 ഉത്തരം വരുന്നത്. ഇനി നമുക്കത് വേറെ രൂപത്തിൽ എഴുതാം. 20 + 20 40, 40 + 10 50. കണ്ടില്ലേ? ഇനി ഒന്നുകൂടി ചെറുതാക്കി എഴുതാൻ എന്ത് ചെയ്താൽ മതി? 40 + 10 50, 50 എന്ന് തന്നെ ആൻസർ കിട്ടും. അപ്പോൾ 5 ബണ്ടിലിലും കൂടി 50 ബുക്സാണ് ഉള്ളത്. വർക്ക്ഷീറ്റ് 51. 80, 90 to 100. 80, 90, 100. നമുക്ക് ഒരു വെബാണ് തന്നിട്ടുള്ളത് അല്ലേ? ഒരു നമ്പർ വെബാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയാണ്? 20 + 10 30. അഡീഷൻ ചെയ്യാനാണ്. 20 കൂട്ടണം 10. ഉത്തരം എത്രയാണ് കിട്ടുന്നത്? 30, 30 കിട്ടുന്നത്. അതുപോലെ തന്നെ 30 + 20 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 50, 50 എന്ന് കിട്ടും. ഇനി ആ കിട്ടിയ 30യും 50യും വീണ്ടും അഡീഷൻ ചെയ്യണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 30 + 50 80, 80 നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് 2 ബോക്സസ് ആർ എംപ്റ്റി. 2 ബോക്സസ് ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഫിൽ ദം വിത്ത് ദ കറക്റ്റ് നമ്പേഴ്സ്. കറക്റ്റ് നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്മളത് ഫില്ല് ചെയ്യണം. അപ്പോൾ നേരത്തെ പോലെ തന്നെ 30 + 20 50 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 20 + 20 വിട്ടുപോയത് നമ്മൾ ഫില്ല് ചെയ്യണം. 20 കൂട്ടണം 20 40 അല്ലേ? ഇനി എന്ത് ചെയ്യണം? താഴെയുള്ള 50 + 40 50ഉം 40ഉം കൂട്ടുമ്പോൾ നമുക്ക് 90 90 എന്ന് ഉത്തരം കിട്ടും. ഇനി അവസാനത്തേതും അതുപോലെ തന്നെയാണ്. റൈറ്റ് ദ നമ്പേഴ്സ് കറക്റ്റ്ലി ഇൻ ദ എംപ്റ്റി ബോക്സസ്. ഒഴിഞ്ഞു കിടക്കുന്ന കളങ്ങൾ പൂരിപ്പിക്കാനാണ്. അപ്പോൾ ആദ്യത്തേത് 10 മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ അടുത്തത് 30, പിന്നെ തന്നിട്ടുള്ളത് 40 ആണ്. ലാസ്റ്റ് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 100, 100 അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ നിന്നും തുടങ്ങാം. 100 ആവണമെങ്കിൽ 40യുടെ കൂടെ എത്ര കൂട്ടണം? 60 + 40 ആണ് 100 അല്ലേ? അപ്പോൾ നമുക്ക് 60 എന്ന് എഴുതാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നോക്കാം. 10ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 60 കിട്ടുക? 50 + 10 ആണ് 60 അല്ലേ? അപ്പോൾ ഏറ്റവും മുകളിൽ 50 എന്ന് എഴുതണം. അതുപോലെ തന്നെ 30യുടെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 40 എന്ന് കിട്ടുക? 30 + 10 = 40. 30 കൂട്ടണം 10. അപ്പോൾ നമുക്ക് 40 കിട്ടും. ഇനി ആദ്യം തൊട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. 50 + 10 60, 50ഉം 10ഉം 60. 30 + 10 30ഉം 10 40. 60 + 40 60ഉം 40ഉം 100. ഈർക്കിൽ ബണ്ടിൽ. ഈർക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ചൂലാണ് അല്ലേ? ഈച്ച് ബണ്ടിൽ ഹാസ് 10 ഈർക്കിൾസ്. ഓരോ കെട്ടിലും 10 ഈർക്കിൾസ് ആണുള്ളത്. അപ്പോൾ ആദ്യത്തേത് നോക്കൂ, 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 10, 20, 30, 30 എണ്ണമാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ഡ്രോ ഈർക്കിൾ ബണ്ടിൽസ് ഈക്വൽ ടു ദ നമ്പർ.
അവിടെ 40 തന്നിരിക്കുന്നത്. പക്ഷേ എത്ര ഈർക്കിൾ ബണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്? 3 എണ്ണം അല്ലേ? 3 എണ്ണം ആകുമ്പോൾ 30 ആവുന്നത്. ഒരു ബണ്ടിൽ കൂടി നമ്മളവിടെ വരച്ച് ചേർക്കണം. റൈറ്റ് ഓർ റോങ്, തെറ്റാണോ ശരിയാണോ എന്നാണ്. അതിലെത്ര ഈർക്കിൾ ബണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്? 1 2 3 4 5 6 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ നമ്പർ എഴുതിയിരിക്കുന്നത് 80 60 ഈർക്കിൾ ബണ്ടിലേ ഉള്ളൂ. പക്ഷേ 80 എന്നാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ? റോങ്, തെറ്റാണ്. അടുത്തത് ഹൗ മെനി, എത്ര എണ്ണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 1 2 3 4 5 6 7 എണ്ണമാണ് ഉള്ളത് അല്ലേ? 7. അപ്പോൾ 7 ആവുമ്പോൾ 10 വെച്ചിട്ടാണ് അല്ലേ? 7 തവണ 10 വരും, 70 എന്ന് വരും. പിന്നെ നമ്മളോട് ഡ്രോ ഈർക്കിൾ ബണ്ടിൽസ് 20 കൊടുത്തിട്ട് 2 ഈർക്കിൾ ബണ്ടിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വരയ്ക്കണം. കൂടാതെ ഡ്രോ ആസ് മെനി ഓഫ് ഈർക്കിൾ ബണ്ടിൽസ് ആസ് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഈർക്കിൾ ബണ്ടിൽസ് വരച്ച് അത് എത്രയാണ് എന്ന് എഴുതണം. ഞാൻ വരച്ചിരിക്കുന്നത് 9 ബണ്ടിൽസാണ്. അപ്പോൾ 10 20 30 40 50 60 70 80 90 90 കിട്ടും അല്ലേ? നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഈർക്കിൾ ബണ്ടിൽ വരച്ച് ചേർക്കാവുന്നതാണ്. ആഡ് ടു മേക്ക് 30 ഓൾവേസ്, എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 ആൻസർ കിട്ടണം. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ചിലത് ബ്ലാങ്ക് ആക്കി വിട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ എഴുതി ചേർക്കണം. ആദ്യത്തേത് നോക്കൂ, 20 + 6 26. അതിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 30. നെക്സ്റ്റ് 20 + 3 23 + 7 30. 30 എന്ന് തന്നെയാണ് ആൻസർ കിട്ടുന്നത്. അടുത്തത് 20 + 4 + 6 = 30. 20 + 7 + 3 = 30. 20 + 5 + 5 = 30. ഇതെല്ലാം നമുക്ക് 30 ആണ് ആൻസർ കിട്ടിയത്. ഇനിയും തന്നിരിക്കുന്നു. അപ്പോൾ ഇതുകൂടി ചെയ്യണം. ഇതൊക്കെയാണ് 20 + 3 + 7 30 എന്ന ആൻസർ കിട്ടി. 20 + 8 + 2 = 30. 20 + 9 + 1 = 30. പിന്നെ 3 ബ്ലാങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ എന്തെഴുതാം? 20 + 1 + 9 = 30. ഇങ്ങനെ പല രീതിയിലും നമുക്ക് 30 എന്ന് ആൻസർ കിട്ടും. ജോയിൻ കറക്റ്റ്ലി, കറക്റ്റ് ആയിട്ടുള്ളതിന് നേരെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അവർ തന്നിട്ടുണ്ട്, 40 + 4 44. അടുത്തത് 20 + 5 25. 30 + 4 34. 10 + 8 18. 60 + 2 62. 70 + 1 71. 60 + 9 69. 90 + 3 93. അപ്പോൾ ഇതുപോലെ എല്ലാവരും കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണം. റീഡ് ദ നമ്പേഴ്സ്. 61 38 27 84 14 65 42 93 33. ഏതൊക്കെയാണ് നമ്പർ? ഒന്നും കൂടി പറയാം. 61 38 27 84 14 65 42 93 33. റൈറ്റ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ ആദ്യം 14 27 33 38 42 61 65 84 93. നമ്മൾ എഴുതുമ്പോൾ 1 മുതൽ 100 വരെ നോക്കുമ്പോൾ ഏറ്റവും ചെറുത് തുടങ്ങുന്നത് 1-ൽ നിന്നാണ്. 1 2 3 4 അങ്ങനെ കൂടി പോവും. അതുപോലെ വേണം നമ്മൾ സ്മോളിൽ നിന്നും ലാർജിലേക്ക്. എനിത്തിങ് മിസ്സിങ്. ഈസ് എനി നമ്പർ മിസ്സിങ് ഇൻ ഈച്ച് പാറ്റേൺ? ഇഫ് സോ റൈറ്റ് ദ മിസ്സിങ് നമ്പർ ഇൻ ദ ബോക്സ്. തന്നിരിക്കുന്ന ബോക്സുകളിൽ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ആ പാറ്റേണിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് 2 4 6 8 10 14 16 ആണ്. അപ്പോൾ 2 കഴിഞ്ഞ്
വരുന്നത് 2 എണ്ണം വിട്ടിട്ടാണ് 4, അത് കഴിഞ്ഞ് 2 വിടുമ്പോൾ 6, പിന്നെ 8, പിന്നെ 10, പിന്നെ 10 കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞാൽ എത്ര വരണം? 12 വരണം. പക്ഷേ അവിടെ വന്നിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കൂ, 10, 20, 30, 40, 50, 60, 70 അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ 30 കഴിഞ്ഞിട്ട് 10 ആഡ് ചെയ്തിട്ട് വരുന്ന 40 അതിൽ വന്നിട്ടില്ല, 40 വന്നിട്ടില്ല. അപ്പോൾ അത് എഴുതണം. അടുത്തത് 1, 3, 5, 7, 9, 11, 13. 1 കഴിഞ്ഞാൽ 2 വിട്ട് 3 എഴുതി, പിന്നെ 4 ഇല്ല 5 എഴുതി, 6 ഇല്ല 7 എഴുതി, 8 ഇല്ല 9, 10 ഇല്ല 11, 12 ഇല്ല 13. അപ്പോൾ അതിലൊന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മളവിടെ എഴുതേണ്ട കാര്യമില്ല. അടുത്തത് നോക്കൂ, 5, 10, 15, 20, 25, 30 അങ്ങനെയാണ് വരേണ്ടത്. 5 കഴിഞ്ഞാൽ 5 കൂട്ടിയാലാണ് 10, 10ൽ നിന്ന് 5 കൂട്ടിയാൽ 15, പിന്നെ 5 കൂട്ടിയാൽ 20, 20ൽ നിന്ന് 5 കൂട്ടിയാൽ 25. പക്ഷേ 25 അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പറാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കൂ, 9, 10, 11, 12, 13, 14, 15, 16. അപ്പോൾ ഇതിൽ വിട്ടുപോയിരിക്കുന്നത് 13 ആണ്. ഇനി നെക്സ്റ്റ് നോക്കൂ, 7, 10, 13, 16, 19, 22. 7 കഴിഞ്ഞാൽ 8, 9, 2 എണ്ണം വിട്ടിട്ടാണ് 10 വരുന്നത്. അത് കഴിഞ്ഞ് 2 എണ്ണം വിട്ടാൽ നമുക്ക് 13 കിട്ടും. പിന്നെ 2 എണ്ണം കൂടെ കൂട്ടുമ്പോൾ 14, 15 കഴിഞ്ഞാൽ 16 കിട്ടും. പിന്നെ 17ഉം 18ഉം ഒഴിവാക്കിയാലാണ് 19. പിന്നെ 20, 21 ഒഴിവാക്കിയിട്ട് 22. അപ്പോൾ ആ പാറ്റേണിൽ ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ നമുക്കത് എഴുതണ്ട. ലാസ്റ്റ് നോക്കാം, 20, 18, 14, 12, 10, 8 എന്നാണ് തന്നിരിക്കുന്നത്. 20ൽ നിന്ന് 2 എണ്ണം മൈനസ് ചെയ്താൽ നമുക്ക് 18 എന്ന് കിട്ടും, ഇല്ലേ? 18ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 16 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ തന്നിട്ടില്ല. 16ൽ നിന്ന് 2 മൈനസ് ചെയ്താലാണ് നമുക്ക് 14 കിട്ടുക. അപ്പോൾ ഇവിടെ തരാത്തത് 16 ആണ്. നെക്സ്റ്റ്, റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഓൺ ദ സ്റ്റെപ്പ് ഇൻ വേർഡ്സ്. 5, 10, 15, 20, 25, 30, 35, 40. 5, 10, 15, 20, 25, 30, 35, 40. 5 വ്യത്യാസത്തിലാണ് തന്നത്, അല്ലേ? അടുത്തത് മുകളിൽ തന്നിട്ടില്ല, പിന്നെ 70 ആണ് തന്നിരിക്കുന്നത്, പിന്നെ താഴെ തന്നിരിക്കുന്നത് 20, 10. അപ്പോൾ താഴോട്ട് കുറഞ്ഞ് കുറഞ്ഞ് പോവുകയാണ്, അല്ലേ? അപ്പോൾ 80, 70, 60, 50, 40, 30, 20, 10. 10, 20, 30, 40, 50, 60, 70, 80 അത്രയാണ് തന്നിരിക്കുന്നത്. 10 ഡിഫറെൻറ്റ്. നോ വൺ ഈസ് ദ ഗ്രേറ്റസ്റ്റ്. റൗണ്ട് ദ ബിഗ് നമ്പർ ഇൻ ഈച്ച് റോ. ഓരോ റോയിലുമുള്ള, അതായത് ഓരോ വരി, 23, 32, 26, 34, 17, 24 അത് ഒരു റോ ആണ്. അതുപോലെ തന്നെ താഴേക്ക് 4 റോ കൂടിയുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യത്തെ റോയിൽ 34, രണ്ടാമത്തേതിൽ 63, മൂന്നാമത്തേതിൽ 62, നാലാമത്തേതിൽ 73, 48. അപ്പോൾ 5 റോ തന്നതിൽ 34, 63, 62, 73, 48 ഇതാണ് വലിയ സംഖ്യകളായിട്ട് തിരഞ്ഞെടുത്തത്. ഇനി പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ ലാർജർ നമ്പർ ഇൻ ഈച്ച് റോ. ആ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതൊക്കെയാണ്? നമ്മൾ 5 എണ്ണം കണ്ടുപിടിച്ചു, അല്ലേ? ഈ 5 എണ്ണത്തിൽ ഏറ്റവും വലുത് ഏതാണ്? 34, 63, 62, 73, 48. ഇതിൽ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത് 73 ആണ്, 73 ആണ്, അല്ലേ? അപ്പോൾ അടുത്ത് നിൽക്കുന്ന 75 പറയാണ്, ഐ ആം ലാർജർ ദൻ യു. ഞാൻ നിന്നേക്കാളും വലുതാണ്. നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു ഗ്രൂപ്പിൽ വലുത് 73 ആണ്, 73 ആണ്. പക്ഷേ 75 അതിനേക്കാൾ വലുതാണ് എന്നാണ് 75 പറയുന്നത്. കറക്റ്റാണ്, അല്ലേ? 73 കഴിഞ്ഞ് 74ഉം കഴിഞ്ഞിട്ടാണ് 75 വരുന്നത്. അപ്പോൾ ഗ്രേറ്റർ ആണ്. 9. ഐ ആം 9. ഐ ആം സ്മോളർ ദാൻ യു. ഐ ആം ദ ലാർജസ്റ്റ് ഓഫ് 1 ഡിജിറ്റ് നമ്പേഴ്സ്. ഐ ആം മെയ്ഡ് വെൻ 9 ones are added.
I am 3 together. I am larger than 8. I am the sum of 5 and 4. 2 4s and 1 make me. If 1 is gone from 10, then I am the answer. Do I need to say anything more? 9 ഇങ്ങനെ സ്വയം പുകഴ്ത്തി പറയാണ്. I am 9. ഞാൻ 9 ആണ്. I am smaller than you. I am the largest of 1 digit numbers. ഞാനാണ് 1 digit നമ്പേഴ്സിൽ ഏറ്റവും വലുത്. I am made with 9 ones. 9 ഒന്നുകൾ ചേർന്നതാണ് ഞാൻ. I am 3 together. 3 കൂട്ടിയാൽ നമുക്ക് 9 കിട്ടും. അതുപോലെ തന്നെ ഒരെണ്ണം കുറച്ചാൽ 8 കിട്ടും. പിന്നെയോ 5ഉം 4ഉം ആഡ് ചെയ്താൽ 9 കിട്ടും. പിന്നെ പറയുന്നത് 10ൽ നിന്ന് 1 പോയാൽ 9 കിട്ടും. പിന്നെ 2 4ഉം 1 1ഉം കൂടി കൂട്ടുമ്പോൾ 9 കിട്ടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് 9 പറയുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് എന്നേക്കാൾ വലുത് ആരുണ്ട്? അപ്പോൾ 10 പറയാണ് ഐ ആം ദ ലാർജസ്റ്റ്. ഞാനാണ് വലുത് എന്ന്. സീ ദ നമ്പർ കാർഡ്സ്. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 45, 8, 16, 23, 3, 48, 27, 19, 31. ഏതൊക്കെയാണ്? 45, 8, 16, 23, 3, 48, 27, 19, 31. ഇത്രയും സംഖ്യകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ദ സ്മോളസ്റ്റ് നമ്പർ, ദ ലാർജസ്റ്റ് നമ്പർ. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും വലിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ 3 ആണ്. വലിയ സംഖ്യ 48 ആണ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമ്പേഴ്സ് സ്മോളർ ദൻ 20. 20ന് താഴെ വരുന്ന നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ബിറ്റ്വീൻ 30 ആൻഡ് 40. 30നും 40നും ഇടയിലുള്ളത്. പിന്നെ ഗ്രേറ്റർ ദൻ 31. 31നേക്കാൾ വലുത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് എഴുതാം. സ്മോളർ ദൻ 20, 20ന് താഴെ വരുന്നത് 3, 8, 16, 19. ഇനി 30നും 40നും ഇടയിൽ വരുന്നത് ഏതാണ്? 1നേക്കാൾ കൂടുതലായിട്ട് വരുന്നത് 45, 48. 45ഉം 48ഉം ആണ് അല്ലേ? റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഇനി ഈ സംഖ്യകളെല്ലാം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. എങ്ങനെ എഴുതും? 3, 8, 16, 19, 23, 27, 31, 45, 48. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 3 ആണ് അല്ലേ? പിന്നെ 8, 16, 19, 23, 27, 31, 45, 48. ആഡ് 1 ആൻഡ് സേ ദ നമ്പർ. 9. 9 കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഏതാണ്? 10, 10 ആണ് അല്ലേ? അതുപോലെ തന്നെ 19. 19 കഴിഞ്ഞാൽ 20, 20. 29 കഴിഞ്ഞാലോ 30, 30. 39. 39 കഴിഞ്ഞാൽ 40, 40. 49 കഴിഞ്ഞാൽ 49 കഴിഞ്ഞാൽ പിന്നെ 50, 50. 59. 59 കഴിഞ്ഞാൽ ഒന്നുകൂടി കൂട്ടിയാൽ 60. 69 കഴിഞ്ഞ് ഒന്നുകൂടി കൂട്ടിയാൽ 70, 70. 79. 79 കഴിഞ്ഞാൽ ഒന്നുകൂടി കൂട്ടിയാൽ എത്രയാണ്? 80, 80. 89. 89 കഴിഞ്ഞാൽ ഒന്ന് കൂട്ടിയാൽ 90, 90 ആണ് കിട്ടുന്നത്. ഇനി 99. 99നോട് കൂടി ഒന്ന് കൂട്ടിയാൽ 100, 100 കിട്ടും. റൈറ്റ് ദ എബവ് നമ്പേഴ്സ് ഇൻ ഓർഡർ. ഇനി ഈ തന്നിരിക്കുന്ന ആ നമ്പേഴ്സ് ഓർഡറിൽ എഴുതണം. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. ഇത് നമുക്ക് വേർഡ്സിലാണ് തന്നിരുന്നത്. TEN, 10 അങ്ങനെ അല്ലേ? അപ്പോൾ നമുക്കിത് നമ്പറിൽ എഴുതാം. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഓക്കെ. ഇനി അടുത്തത് ഫൈൻഡ് ദ ആൻസർ യൂസിങ് കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 12 + 3, 15. 9 + 11, 20. 15 + 4, 19. 7 + 13, 20. 16 + 2, 18. 11 + 8, 19.
12 3 കൂട്ടിയപ്പോൾ 15, 9 11 20, 15 4 19, 7 13 20, 16 2 18. പിന്നെ 19 തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കിഷ്ടമുള്ള സംഖ്യകൾ കണ്ടുപിടിച്ച് ആൻസർ എത്ര കിട്ടിയാൽ മതി? 19 കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് 11 - 8 ആണ്. 11 + 8 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഫൈൻഡ് ആൻഡ് സർക്കിൾ ഇറ്റ്. കണ്ടുപിടിച്ച് വട്ടം വരക്കണം. ദ നമ്പർ സ്മോളർ ദാൻ 65. 65നേക്കാൾ ചെറിയ സംഖ്യ. അതുപോലെ തന്നെ നമ്പർ ബിറ്റ്വീൻ 25 ആൻഡ് 35. 25നും 35നും ഇടയിൽ വരുന്ന സംഖ്യ ഏതാണ്? നമ്പർ ലാർജർ ദാൻ 45. 45നേക്കാൾ വലിയ സംഖ്യ ഏതാണ്? അപ്പോൾ കണ്ടുപിടിച്ച് നോക്കാം. 65നേക്കാൾ ചെറുത് 63. 25നും 35നും ഇടയിൽ വരുന്നത് 29. അതുപോലെ തന്നെ 45നേക്കാൾ വലുത് 54. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 63, 29, 54. ഇനി നമ്പർ ഗോട്ട് ബൈ ആഡിങ് 20 ആൻഡ് 20. 20ഉം 20ഉം കൂട്ടിയാൽ എത്രയാണ് ആൻസർ കിട്ടുന്നത്? എത്രയാണ്? 40 ആണ് അല്ലേ? ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദ ഗ്രൂപ്പ്. താഴെ തന്നിരിക്കുന്നതിൽ വലുത് ഏതാണ്? 88. നമ്പർ ഗോട്ട് ബൈ ആഡിങ് 40 ആൻഡ് 6. 40ഉം 6ഉം കൂട്ടിയാൽ 46. അപ്പോൾ ഈ പേജിൽ നമുക്ക് ആൻസർ കിട്ടിയത് 40, 88, 40. നമ്പർ ഗാർലാൻഡ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ആദ്യത്തെ നമ്പർ തന്നിട്ടില്ല. പിന്നെ തന്നിരിക്കുന്നത് 16, 17, 18 ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഏതായിരിക്കും? 16 മുമ്പ് 15, 16, 17, 18, 19, 20, 21, 22. 15, 16, 17, 18, 19, 20, 21, 22. അടുത്തത് രണ്ടെണ്ണം തന്നിട്ടില്ല. പിന്നെ 33, 32 ആണ്. 33ൽ നിന്നും 1 കുറവാണ് 32. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അതിനേക്കാൾ കുറവായിരിക്കും അല്ലേ? അപ്പോൾ 31 ആയിരിക്കും. അപ്പോൾ 33ക്ക് മുൻപ് ഒരെണ്ണം കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ എത്രയാണ്? 35, 34, 33, 32, 31, 30, 29, 28. 35, 34, 33, 32, 31, 30, 29, 28. നെക്സ്റ്റ് 10, 12. രണ്ടെണ്ണം ഡിഫറൻസ് ആണ്. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 12 കഴിഞ്ഞാൽ രണ്ടെണ്ണം ആഡ് ചെയ്താൽ 13, 14 ആയിരിക്കും. പിന്നെ 16, 18, 20, 22, 24. ഇനി ആദ്യത്തെ ഒരു സംഖ്യ തന്നിട്ടില്ല. പിന്നെ 13, 11, 9, 7. ഓരോ നമ്പർ ഇടവിട്ട് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ആദ്യത്തേത് ഏതായിരിക്കും? 13നേക്കാൾ രണ്ടെണ്ണം കൂടുതലായിരിക്കും അല്ലേ? 15, 13, 11, 9, 7, 5, 3, 1. ഇനി 3 എണ്ണം വിട്ടിട്ട് 35 ആണ്. അത് കഴിഞ്ഞിട്ട് 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതാം. ഏതായിരിക്കും? 32, 33, 34, 35, 36, 37, 38, 39. 32, 33, 34, 35, 36, 37, 38, 30. ബബിൾ ഷൂട്ട് കണ്ടില്ലേ? 50 പറഞ്ഞപ്പോൾ 5 ലൈൻ കൊടുത്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും വരയ്ക്കണം. പക്ഷെ വരകളൊന്നും കൂട്ടിമുട്ടാനായിട്ട് പാടില്ല. 30, 80, 20, 40. 30 എന്ന് പറയുമ്പോൾ 3 ലൈനാണ് കൊടുക്കേണ്ടത്. 3 10ന് നേരെ ലൈൻ കൊടുക്കണം. 80 ആണെങ്കിലോ 8 എണ്ണം കൊടുക്കണം. 20ക്ക് 2 എണ്ണം, 40ക്ക് 4 എണ്ണം. 5 lines are drawn from 50. Can you draw lines like this for other numbers? Only one line to each bubble. Lines should not touch one another. How many lines will you draw from 90? 90 വരയ്ക്കാൻ എത്ര ലൈൻ വേണം? 9 ലൈനാണ് 90 വരയ്ക്കാനായിട്ട് വേണ്ടത്. വർക്ക് ആൻഡ് കളർ കണ്ടോ? ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ജോയിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പിക്ചർ കിട്ടും. അപ്പോൾ 10 ആണ്,
10, 20, 30, 40, 50, 60, 70, 80, 90, 100 ഒരു കങ്കാരു വന്നു അല്ലേ. അടുത്തത് ഇതുപോലെ തന്നെ 39, 49, 59, 69, 79. അടുത്തതും അതുപോലെ തന്നെ 51, 61, 71, 81, 91 ഒരു ഡാൻസിങ് ഫിഗറാണ് കിട്ടുന്നത്. Okay dears, complete your textbook activities and study well. See you in next class. Thank you.